ചേട്ടാ നമസ്കാരം. 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 ചേട്ടാ, കേരള രാഷ്ട്രീയം ഇടതു മുന്നണിയെന്നും വലതു മുന്നണിയെന്നും രണ്ട് ധ്രുവങ്ങളിലായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. ഇടതു മുന്നണി അനുദിനം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. CPM മുന്നണിക്കുള്ളിലെ മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? പുതിയ ധ്രുവീകരണത്തിൻ്റെ സാധ്യതയ്ക്കപ്പുറം ഈ മറ്റ് ഘടകകക്ഷികളും CPMുമായുള്ള ബന്ധം സത്യത്തിൽ ഒട്ടും നല്ലതല്ല, ഒട്ടും സുഖകരമല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CPI ആയാലും NCP ആയാലും ജനതാദളായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗമായാലും ഇവരൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് അസംതൃപ്തരാണ്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ടു എന്ന ഒരു തോന്നൽ CPI അണികളിൽ എന്തായാലും വ്യാപകമായിട്ടുണ്ട്. പിന്നെ നേതാക്കന്മാരുടെ സ്ഥിതി നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഔദ്യോഗിക നേതൃത്വത്തിനോട് എതിർപ്പുള്ള ഒരു വിഭാഗം ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്, നമുക്കറിയാം. CPIക്ക് കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം CPIയുടെ സഹായമില്ലാതെ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ചിരിച്ചേക്കാം, ആരാ CPMകാർ. പക്ഷേ CPI ഇല്ലാതെ CPM അധികാരത്തിൽ വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത്. 65 തെരഞ്ഞെടുപ്പിൽ രണ്ടായി മത്സരിച്ചു, എല്ലാ കക്ഷികളും ഒരുമിച്ച് മത്സരിച്ചു. CPIക്ക് 3 സീറ്റേ കിട്ടിയുള്ളൂ. CPMന് 36 സീറ്റുണ്ടായിരുന്നു, ആർക്കും ഭൂരിപക്ഷമില്ലാതെ പോയി. അതിനുശേഷമാണ് 67 CPIയോട് ചേർന്നുള്ള സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്നുണ്ടായി. അന്ന് മുതൽ ഇങ്ങോട്ട് CPI ഇല്ലാതെ CPM അധികാരത്തിൽ വന്നിട്ടില്ല. അവർ രാസത്വരകം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ പറയാം. ആളൊന്നും അധികം ഇല്ലെങ്കിലും പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. 1969 പിന്നെ ഇത് പുറത്തുപോയി, CPI പുറത്തുപോയി. അത് പുറത്തു പോകാനുള്ള കാരണം എന്തുവാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPI M.M. ഗോവിന്ദൻ നായരും TV തോമസും അടങ്ങുന്ന മഹാരഥന്മാരായ മന്ത്രിമാരുണ്ടായിരുന്ന അവിടെ B. വെല്ലിംഗനെതിരായിട്ടുള്ള അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, B. വെല്ലിംഗനെതിരായ അന്വേഷിക്കണമെങ്കിൽ അന്ന് M.M. ഗോവിന്ദൻ നായർക്കും TV തോമസിനും എതിരായി ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു, അതേ കൂടി അന്വേഷിക്കണം എന്നൊരു നിലപാട് EMS നമ്പൂതിരിപ്പാട് എടുത്തു. അതിൽ ക്ഷുഭിതരായാണ് പ്രധാനമായിട്ടും. അന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധമായ വാചകമുണ്ട്. M.M. ഗോവിന്ദൻ നായർ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് പറഞ്ഞു, ഇവിടെ നമ്പൂരി ഡൽഹിയിലിരുന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയത് 57 ഞാനാണ്, ഡൽഹിയിൽ ഇരുന്ന് ഞാൻ, എന്നിട്ട് എനിക്കിട്ട് തന്നെ നിങ്ങൾ ഈ പണി തന്ന എന്ന് M.M. ഗോവിന്ദൻ നായർ പറഞ്ഞു. TV തോമസ് അതിലും ക്ഷുഭിതനായിട്ടാണ് പറഞ്ഞത്, പിന്നെ നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം, ഇനിയും CPM അധികാരത്തിൽ വരണമെങ്കിൽ കോഴിക്ക് മുല വരുന്ന കാലത്ത് CPM ഇനി കേരളത്തിൽ അധികാരത്തിൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് M.M. ഗോവിന്ദൻ നായർ TV തോമസ് ഇറങ്ങിപ്പോന്ന് അന്വേഷണ പുതിയ മുന്നണി ഉണ്ടാക്കി. അച്യുതമേനോൻ അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രിയായി. അപ്രതീക്ഷിതമായിട്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അച്യുതമേനോൻ അന്ന് രാജ്യസഭാംഗമായിരുന്ന അച്യുതമേനോൻ ഇവിടെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ല, അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അച്യുതമേനോൻ പരിഗണിക്കപ്പെടുമെന്ന് പോലും CPM അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല സത്യത്തിൽ. ഇവിടെ ഇവർ രണ്ടുപേരും മാറി, പിന്നെ നേതാവില്ലാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഏതായാലും പിന്നെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. പിന്നെയുള്ള ഒരു ദശകക്കാലം അദ്ദേഹം പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ആദ്യം മന്ത്രിസഭയിൽ യുവതുർക്കികളുടെ അഭിപ്രായം കാണിച്ച് മന്ത്രിസഭയിൽ ചേരാതിരുന്നു. കരുണാകരൻ ഇന്ദിരാഗാന്ധിയെ സ്വാധീനിച്ച് മന്ത്രിസഭയിൽ ചേർന്നേ മതിയാവും. M.M. ഗോവിന്ദൻ നായരും TV തോമസും ഈ അന്വേഷണ കമ്മീഷൻ്റെ വിധി വന്ന് അവരെ കുറ്റം ഇല്ലാത്തവരാണെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ അവരെ മന്ത്രിസഭയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രഗത്ഭന്മാരായ അത്ര ആൾറെഡി കോൺഗ്രസ് മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭരണത്തിലൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബോധ്യപ്പെടുത്തി. പിന്നെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ മന്ത്രിസഭയിൽ ചേരുകയും പിന്നെ അടിയന്തരാവസ്ഥ ഇങ്ങനെ പോകുന്നു. പക്ഷേ ആ 70-കൾ എന്ന് പറയുന്നത് CPIയുടെ ഒരു ഏറ്റവും പ്രതാപകാലമായിരുന്നു. 2 മുഖ്യമന്ത്രിമാരെയാണ് ഉണ്ടായത്. അച്യുതമേനോൻ ഒഴിഞ്ഞു കഴിഞ്ഞ ശേഷം PK വാസുദേവൻ നായർ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി CPMുമായി ചേരുവാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാണ് ആ മുന്നണിയിൽ നിന്ന് വന്ന് പിന്നീടാണ് CPM 80-ൽ അധികാരത്തിൽ വന്നു. പിന്നീട് ഇങ്ങോട്ട് CPI ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ എന്തായാലും ഈ മന്ത്രിസഭയിൽ CPI അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ അണികളിൽ ശക്തമായിട്ടുണ്ട്. CPIയുടെ
വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പാണ് പൊതു വിതരണ വകുപ്പ് എന്ന് പറയുന്നത്. അതെ. ഇ ചന്ദ്രശേഖരൻ നായർ അടക്കമുള്ളവരെ നേടിയെടുത്ത വലിയൊരു പേരുണ്ട് കേരളത്തിൽ. മാവേലി സ്റ്റോർ എന്ന് മാവേലി മന്ത്രി അറിയപ്പെട്ടു ഇ ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം മാവേലി സ്റ്റോറുകളിൽ ഉപജ്ഞാതാവ്. അങ്ങനെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിലൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് ഇ ചന്ദ്രശേഖരൻ നായരും. CPI അതിനെല്ലാം ക്രെഡിറ്റ് CPI എന്നുള്ള നിലയിലായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും തകർന്നൊരു സംവിധാനമായിട്ടത് മാറി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഏറ്റവും തകർന്ന ഒരു സംവിധാനമായിട്ട് മാറി. പിന്നുള്ളത് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പിൽ ശ്രദ്ധേയമായ ഫലപ്രദമായ ഒരു പരിപാടികൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാത്തിൻ്റെയും അഭാവം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഫണ്ട് കിട്ടുന്നില്ല, വേണ്ട സഹകരണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് അണികളുടെ ഇടയിലുള്ള അതൃപ്തിക്ക് വലിയ കാര്യമാണ്. ഇതോടൊപ്പമുള്ള കുറേയേറെ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായഗതി രൂപപ്പെട്ട് വരുന്നുണ്ട് CPIക്കകത്ത്. അപ്പോൾ ഈ അവഗണനയും പിന്നെ പലയിടത്തും താഴെ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിൽ ASF SFIയും തമ്മിലുള്ള സംഘർഷം പല സ്ഥലങ്ങളിൽ നിലവിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ CPIയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഈ സംഘർഷാവസ്ഥ കുട്ടനാട്ടിലായാലും അടൂരിലായാലും ഒക്കെ നേരിട്ടുള്ള സംഘർഷം വരെ സജീവമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ മൊത്തത്തിൽ CPIക്കുള്ളിൽ വളരെ ശക്തമായ രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്ര നിഷേധിച്ചാലും അവർ അസംതൃപ്തരാണ്. ഈ അവർക്ക് ലഭിക്കുന്ന അവഗണനയിലും ആണാണ് CPIയുടെ അവസ്ഥ. പിന്നെ അടുത്ത കക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ NCP എടുത്താലും NCPയിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പിന് മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് പിന്നെ മന്ത്രി രാജിവെക്കുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ മന്ത്രി പറയുന്നത്. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞു, അങ്ങേരെ മാറ്റിയിട്ട് വേറൊരാളിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മുഖ്യമന്ത്രി ആണ് മറ്റൊരു ഘടകകക്ഷിയുടെ മന്ത്രിയെ നിശ്ചയിക്കുന്നത്. കാരണം എന്തും ആകട്ടെ, പാർട്ടി നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന കാരാട്ടിനെ വരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും രാജിവെക്കാത്തയാണ്. അദ്ദേഹം മന്ത്രിയാകാൻ മുട്ടി നിൽക്കുകയാണ്. ഒരു തോമസ് കെ തോമസ് അദ്ദേഹം മന്ത്രിയാകാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ മന്ത്രിസ്ഥാനം ഒഴിയാതിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പം അവിടെയും വളരെ കൃത്യമായി പിളർപ്പുണ്ട്. പിന്നെ ജനതാദളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നടന്നതെന്ന് പറഞ്ഞാൽ വൈദ്യുതി കരാറുണ്ടല്ലോ, ഈ കാർബറണ്ട യൂണിവേഴ്സൽ ലിമിറ്റഡ്. വൈദ്യുതി ബോർഡിൻ്റെയും വൈദ്യുതി മന്ത്രിയുടെയും അഭിപ്രായത്തിന് യാതൊരു പരിഗണനയും ഇവിടെ ലഭിച്ചിട്ടില്ല. അത് വ്യവസായ വകുപ്പ് P രാജീവാണ്, CPMനാണ് വ്യവസായ വകുപ്പ്. അതുകൊണ്ട് അവർ കരാറ് പുതുക്കി കൊടുക്കാൻ നിശ്ചയിച്ചത് തീരുമാനിക്കുകയും ചെയ്തു. വൈദ്യുതി മന്ത്രിയുടെയും വൈദ്യുതി ബോർഡിൻ്റെയും എതിർപ്പ് തീർത്തും അവഗണിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിലും ഒക്കെ അസംതൃപ്തിയുള്ള നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അസംതൃപ്തിയുള്ള അണികളുണ്ട്. ഇവരെ കുറേ പേരാണ്, ചില പോക്കറ്റുകളാണ് ഈ പാർട്ടികൾക്കൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ഉള്ള അണികൾ വളരെ കൃത്യമായും അസംതൃപ്തരാണ്. പിന്നെ നേതാക്കൾ ഇങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടുന്നതുകൊണ്ടും മന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ടും അവരിയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എടുത്താലോ, മാണി ഗ്രൂപ്പ് തന്നെ അക്ഷരാർത്ഥത്തിൽ പിളർന്നിരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ. എങ്ങനെയാണ് അത് രണ്ട് കഷണങ്ങളായി എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷത്തെ CPM അല്ലാത്ത ഘടകകക്ഷികൾ മുഴുവൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ മുന്നണിക്കുണ്ടാക്കുന്ന ക്ഷതം എന്ന് പറയുന്നത് വലുതായിരിക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ മുഖ്യമന്ത്രിയെ ഭയന്ന് എല്ലാവരും ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ. ആരെങ്കിലും ഒരാൾ ചാടിയാൽ ബാക്കിയുള്ളവരും ബാക്കിയുള്ള ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇങ്ങനെ എന്തോ ഒരു മുഖ്യമന്ത്രി പേടി ഇങ്ങനെ ഉണ്ട്. അത് കേരളത്തിൽ പിണറായി പേടി. അത് കേരളത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെയും കരുണാകരനുമൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരന് മുഖ്യമന്ത്രി അല്ലായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നു, എങ്കിലും സൂപ്പർ മുഖ്യമന്ത്രി ആയിരുന്നു. അന്ന് പോലും ഇല്ലാതിരുന്ന ഒരു ഭയത്തിലാണ് ഈ അണികളൊക്കെ, മറ്റു പാർട്ടികളുടെയൊക്കെ അണികൾ. CPM ഉള്ളിൽ തന്നെയുള്ള സ്വാരസ്യങ്ങളുണ്ട്, അത് വേറെ, അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഘടകകക്ഷികളെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഘടകകക്ഷികൾ തൃപ്തരല്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പക്ഷേ ഇതിൽ പലരും മുന്നണി വിട്ടു പോകാനുള്ള സാധ്യത, കഷണങ്ങളെങ്കിലും ഇവർ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിലെ സംഭവവികാസങ്ങൾ നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര വലുതായാലും അധികാരത്തിൽ എത്തണമെന്ന ഒരു നിർബന്ധം അവർക്കുള്ളത് കൊണ്ട് അത് പറഞ്ഞ് തീർക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം. ഹൈക്കമാൻഡിൻ്റെ ഇടപെടലൊക്കെ കൊണ്ട്. പക്ഷേ ഈ ഇടത് മുന്നണിയിൽ നിന്ന് ഇറങ്ങുന്നവർ CPIയുടെ MR അജിത് കുമാറിൻ്റെ ഒക്കെ നിയമനത്തിൽ CPIയുടെ അഭിപ്രായം മന്ത്രിസഭയിൽ മന്ത്രിമാർ ഉന്നയിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശരിയായിരിക്കണം. അതിനൊന്നും ഒരു പരിഗണനയും കൊടുത്തില്ല, നൽകപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവർക്ക് കാശിന്റെ വില കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഘടകകക്ഷികൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്ര അസംതൃപ്തമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു ചോദ്യത്തോടു കൂടി ഞാനത് അവസാനിപ്പിക്കുകയാണ്. അങ്ങേക്ക് അതിന് മറുപടി പറഞ്ഞത് നമുക്ക് പൂർത്തിയാക്കാം.
അതായത് ഇടതുപക്ഷത്തുനിന്ന് ഇറങ്ങുന്നവർ, ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് പിന്നൊരാശ്രയം UDF ആണ്, വലതു മുന്നണിയാണ്, ഐക്യമുന്നണിയാണ്. അങ്ങനെ അല്ലാതെ അവർ വേറൊരു ചെറിയ മുന്നണി, കുറുമുന്നണി വല്ലതും രൂപീകരിക്കുമോ? അതിനുള്ളൊരു സാധ്യതയുണ്ട്. കുറുമുന്നണി രൂപീകരിച്ച് ഇതിൽ പെട്ടുപോകുന്ന മറ്റു ചില ആളുകൾ, അല്ലെ ചില, ഞാൻ പറഞ്ഞല്ലോ ഇത് കഷണങ്ങളായി മാറുമെന്ന്. ഏതെങ്കിലും കഷണം മൂന്നാമതൊരു മുന്നണിയുമായി ചേർന്ന് സഹകരിച്ച് പോയി കൂടുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1970 നടന്ന തെരഞ്ഞെടുപ്പ്, അശോകന് മുഖ്യമന്ത്രിയായി ആദ്യം കഴിഞ്ഞ ശേഷം നിയമസഭ പിരിച്ചുവിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾ ഉണ്ടായിരുന്നു ഫലത്തിൽ. ഈ സംഘടനാ കോൺഗ്രസും പിന്നെ കേരള കോൺഗ്രസ് അവരടങ്ങുന്ന വേറൊരു മുന്നണിയോട് രൂപപ്പെട്ടു. കേരള കോൺഗ്രസ് ഈ ഭരണം ഇടതുപക്ഷം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി, കോൺഗ്രസ് CPI മുന്നണിയും, അതിൽ കൂടാതെ മൂന്നാമതൊരു മുന്നണിയും മത്സരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ BJP ശക്തമായി നിൽക്കുന്നുണ്ടല്ലോ, വേറൊരു സാന്നിധ്യമാണല്ലോ BJP. അവർ ഭരണത്തിലേക്ക് എത്താനോ MLA-മാരെ കിട്ടുമെന്നോ ഒന്നുമല്ല പറയുന്നത്, പക്ഷേ അവരൊരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തോട് ചേർന്ന് രാഷ്ട്രീയ ഇടമുണ്ട്. അപ്പോൾ അതിലേക്ക് ചേരാൻ അന്ന് ഇല്ലായിരുന്നു, ഈ അത്തരം ഒരു രാഷ്ട്രീയ ഇടം നേരത്തെ ഇല്ലായിരുന്നു. കേന്ദ്രത്തിൽ അധികാരം ഉള്ള കക്ഷിയാണ്. അപ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിൽ ഏതെങ്കിലും കഷണങ്ങൾ ഒരു മുന്നണിയായി കൂടായികയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെ വേണം, അതിനും സാധ്യതയുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഈ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയിൽ ഘടക കക്ഷികൾ അസംതൃപ്തരാണ് എന്നത് 100% ഉറപ്പാണ്. അതായത് ഇടതു മുന്നണി ഒരു ശിഥിലീകരണത്തിൻ്റെ പാതയിലാണ്. അത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം.